ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശ്രുതി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ശ്രുതി എവിടെയെന്ന് ചോദിക്കുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എനിക്കറിയില്ല അമ്മയെന്ന് പറയുവാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കും, നീ അവളെ വിളിച്ചില്ലേ? അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, അമ്മ പറയാതെ ഞാൻ ഇനി അവളെ വിളിക്കില്ല. രാവിലെ മുതൽ ഷോറൂമിലും വന്നിട്ടില്ല, ഇവിടെയുമില്ലേ, പിന്നെ അവൾ എവിടെ പോയി? നേരം ഇരുട്ടായല്ലോ എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നീ അവളെ വിളിച്ചിട്ട് വീട്ടിലോട്ട് വരാൻ പറയാന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് സന്തോഷമാവാണ്. കാരണം ചന്ദ്ര ഒരുപാട് നാൾക്ക് ശേഷമാണല്ലോ അങ്ങനെ പറയുന്നത്, ശ്രുതിയെ വിളിച്ച് വീട്ടിലോട്ട് വരാനൊക്കെ പറയുന്നത്. ശ്രുതി സന്തോഷത്തിൽ ഫോൺ എടുത്ത് ശ്രുതിയെ വിളിക്കുന്നുണ്ട്. പക്ഷേ ശ്രുതി ഫോൺ എടുക്കുന്നില്ല. ശ്രുതി മീരയുടെ വീട്ടിലിരുന്ന് സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഈ ശ്രുതി വിളിക്കുന്നത്. ബെല്ലടിക്കുന്നത് ശ്രുതി കാണുന്നുണ്ട്, പക്ഷേ ശ്രുതി ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ മീര പറയും, ശ്രുതി നിനക്ക് ഫോൺ എടുത്തൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇത്രയും നാൾ എന്നോട് മിണ്ടാതെ നടന്നതല്ലേ, അമ്മയുടെ വാക്കും കേട്ട് നടക്കുക, എന്നെ കാണാതെ കുറച്ചു നേരം ടെൻഷൻ അടിക്കട്ടെ, അപ്പോഴേ എന്നോടുള്ള സ്നേഹവും എനിക്ക് ശ്രുതിനോടുള്ള സ്നേഹമൊക്കെ ശ്രുതിക്ക് മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രുതി പറയും, അമ്മേ ശ്രുതി ഫോൺ എടുക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഹോ നീ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലേ, ഞാൻ അവളോട് വിളിച്ച് കെഞ്ചണോ ആയിരിക്കും അല്ലേ, ഇനി എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കണോ ഞാൻ അവളെ എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര ബഹളം വെക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മ വിളിക്കണ്ട, ഞാൻ അവളുടെ പാർലറിലോട്ടൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പാർലറിൽ വിളിക്കുവാണേ. അപ്പോൾ അവിടെയും ശ്രുതി ഇല്ലെന്നുള്ള വിവരമാണ് ശ്രുതിക്ക് കിട്ടുന്നത്. എന്നിട്ട് വീണ്ടും ശ്രുതിയുടെ ഫോണിലോട്ട് വിളിക്കുമ്പോൾ അപ്പോഴും എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ശ്രുതി എവിടെ പോയി എന്നുള്ള വിഷമത്തിൽ ചന്ദ്രയും നമ്മുടെ ശ്രുതിയും കൂടി ഇരിക്കുന്ന ടൈമിൽ രേവതിയും സച്ചിയൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി, ആണുങ്ങൾക്ക് വിഷമം വന്നാൽ ഒന്നെങ്കിൽ അവർ ബാറിൽ പോവും അല്ലെങ്കിൽ ബീച്ചിൽ പോവും, അതേസമയം പെണ്ണുങ്ങൾക്കാണ് വിഷമമെങ്കിലോ നേരെ പോകുന്നത് അവരുടെ അമ്മയുടെ വീട്ടിലോട്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, അതിന് ശ്രുതിക്ക് അമ്മയില്ലല്ലോ, അമ്മയില്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവും. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ശരിയാണല്ലോ, ശ്രുതിയുടെ ഫ്രണ്ട് മീര, അവൾ മിക്കവാറും അങ്ങോട്ടേക്കായിരിക്കും പോയിരിക്കുന്നതെന്ന് രേവതി പറയുമ്പോഴേക്കും ശ്രുതിക്കും ആ കാര്യം ശരിയാണല്ലോ എന്ന് തോന്നുവാണേ. ഫോണെടുത്ത് നേരെ മീരയെ വിളിക്കുവാണ്. ശ്രുതി മീരയോട് പറയുന്നുണ്ട്, ശ്രുതിയാണെങ്കിൽ ഫോൺ എടുക്കരുതെന്ന്. അതുകൊണ്ട് തന്നെ മീര ശ്രുതിയുടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ശ്രുതിക്ക് അത് കാണുമ്പോഴേക്കും ഒന്നുകൂടെ ടെൻഷനാവുകയാണ്, ഈ മീരയും എന്താ കോൾ എടുക്കാത്തത്, വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മീര ഫോൺ എടുക്കുന്നില്ല. ശ്രുതി പറയുന്നതും കേട്ടിട്ട് കുറേ കഴിയുമ്പോഴേക്കും പിന്നെയും വിളിക്കുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, എടി നിന്നെ കുറേ പ്രാവശ്യമായി വിളിക്കുന്നു, ഇപ്പോൾ എന്നെയും വിളിച്ചിട്ട് എടുക്കുന്നില്ലെങ്കിൽ ശ്രുതിക്ക് മനസ്സിലാവും നമ്മൾ എന്തോ പ്ലാൻ ചെയ്തിട്ട് എടുക്കാത്തതാണെന്ന്. അപ്പോഴേക്കും ശ്രുതി പറയും, എന്നാൽ നീ എടുത്ത് സംസാരിക്കുക, പക്ഷെ ഞാനിവിടെ ഉണ്ടെന്ന് മാത്രം പറയരുതെന്ന് പറയുവാണ്. അങ്ങനെ മീര കോൾ അറ്റൻഡ് ചെയ്യുവാണ് ശ്രുതിയോട് ശ്രുതി പറഞ്ഞതുപോലെ തന്നെ ശ്രുതി അവിടെ ഇല്ലെന്നാണ് മീര പറയുന്നത്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി അവിടെ വരുവാണെങ്കിൽ എത്ര പെട്ടെന്ന് വീട്ടിലോട്ട് വരുവാൻ അമ്മ പറഞ്ഞു എന്ന് പറയണം എന്ന് പറയുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, ഓ ശരി ഞാൻ പറഞ്ഞേക്കാം. ഇപ്പോൾ അമ്മ പറഞ്ഞിട്ടാണോ ശ്രുതി ഫോൺ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി അതെ, അമ്മയാ പറഞ്ഞത് ശ്രുതി എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് തിരിച്ച് വിളിക്കണം എന്ന്. അപ്പോൾ മീര ശരി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അവൾ വന്നാൽ ആദ്യം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കാൻ പറയണം, അതുപോലെ തന്നെ എത്ര വേഗം വീട്ടിലോട്ട് വരാൻ പറയണം എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുവാണ്. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും മീര ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, എടി നിൻ്റെ അമ്മായിയമ്മ തന്നെ നിന്നെ തിരിച്ച് വിളിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് പൊയ്ക്കോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ മീരെ ഞാൻ പോകുന്നില്ല, ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ശ്രുതിക്കായിട്ട് തോന്നിയിട്ടല്ല ശ്രുതി വിളിച്ചത്, അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാണെന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ഇമോഷണലോ സ്നേഹമോ ഒന്നും തന്നെ ഇല്ല എന്നൊക്കെ പറയുവാണ് ശ്രുതി. അപ്പോഴേക്കും മീര, ശരിയാണല്ലോ, അമ്മ പറഞ്ഞതുകൊണ്ടാണല്ലേ ശ്രുതി ഇപ്പോൾ വിളിച്ചത്, ഇനി നാളെ ഒരു ടൈമിൽ ഇതേ അമ്മ പറയുവാണ് അവളെ വിളിക്കണ്ട, അവളെ നിൻ്റെ ജീവിതത്തിൽ നിന്നും ഉപേക്ഷിച്ച് കളയാൻ പറഞ്ഞാൽ ശ്രുതി അപ്പോൾ അതേപോലെ തന്നെ കേൾക്കുമെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതിക്ക് ടെൻഷനാവുകയാണ്. അപ്പോൾ മീര സമാധാനിപ്പിക്കുന്നുണ്ട്, നീ ടെൻഷനാവാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്, നാളെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ എന്ത് ചെയ്യും ശ്രുതി എന്നൊക്കെ മീര ചോദിക്കുന്നുണ്ട്. കാശിൻ്റെ വിഷയത്തിൽ തന്നെ കണ്ടില്ലേ, രണ്ടുപേരും കൂടി ചേർന്നാണ് ഈ തെറ്റ് ചെയ്തത്, പക്ഷേ ശിക്ഷ കിട്ടിയതോ നിനക്ക് മാത്രം, ശ്രുതിയാണെങ്കിൽ നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന പോലും ഇല്ലെന്നൊക്കെ മീര പറയുവാണ്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ശ്രുതി നിന്നെയാണ് ആദ്യം അതിലോട്ട് തള്ളിയിടുന്നതൊക്കെ ഇപ്പം തന്നെ കണ്ടില്ലേ, ഈ വിഷയത്തിന് ഇങ്ങനെ. അപ്പോൾ മലേഷ്യ ആദ്യയുടെയൊക്കെ വിഷയം അറിഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി എന്ത് ചെയ്യും, നിന്നെ കൂടെ നിർത്തുമോ അതോ നിന്നെ ഉപേക്ഷിക്കുമോ എന്നൊക്കെ ചോദിക്കുവാണ് മീര. അത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര ടെൻഷനാവുകയാണ്. മീര പറയുന്നുണ്ട്, ഇനി എന്ത് ചെയ്യാനും നിൻ്റെ പ്ലാൻ ശ്രുതി എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഏതായാലും ആൻറ്റി തന്നെ എന്നെ വിളിച്ചില്ലേ, വീട്ടിലോട്ട് പോയി നോക്കട്ടെ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ മീര പറയും, അത് ശരിയാ, പോയി അവിടുത്തെ സിറ്റുവേഷനൊക്കെ എങ്ങനെയാണെന്ന് നോക്ക്, നീ ശ്രുതിയോട് ഇനി ദേഷ്യപ്പെടാനൊന്നും നിൽക്കണ്ട, അവനൊരു ബൊമ്മയാ, അമ്മ പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകും, നീ
പറഞ്ഞാൽ നിൻ്റെ അടുത്തോട്ട് വരും. ദേഷ്യപ്പെട്ടിട്ടും കാര്യമില്ല. അമ്മയുടെ പുഞ്ഞാര മോന ആ ശ്രുതി, നീ ദേഷ്യമൊന്നും അവനോട് കാണിക്കല്ലേ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഹേയ് ഇല്ല, എൻ്റെ ദേഷ്യം കാണിക്കേണ്ട സമയം ഇതല്ല. ഇപ്പോൾ ആൻറ്റിക്ക് എന്തായാലും എൻ്റെ മേലുള്ള വിശ്വാസങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. 100,000 ചോദ്യങ്ങൾ ഇനി എൻ്റെ അടുത്ത് ചോദിക്കാനൊക്കെ ഉണ്ടാവും. എനിക്കറിയില്ല എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നതെന്ന്. വീട്ടിൽ പോയി നോക്കട്ടെ, പിന്നെ ശ്രുതിയെ മൊത്തത്തിൽ എൻ്റെ ഭാഗത്തോട്ട് കൊണ്ടുവരണം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ മീര ചോദിക്കും, അതിന് നിൻ്റെ ഭാഗത്തോട്ട് കൊണ്ടുവരാൻ എന്താ നീ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതേപ്പറ്റിയാണ് ഇനി എൻ്റെ ആലോചന എന്ന് പറയുവാണ്. എന്നിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ് ശ്രുതി. ഈ ടൈമിൽ വീട്ടിലെല്ലാവരും ഭയങ്കര ഡിസ്കഷനിലാണ് ശ്രുതിനെയും പറ്റിയിട്ടൊക്കെ. അപ്പോൾ ആ സമയത്താണ് ശ്രുതി വീട്ടിലോട്ട് കടന്നു വരുന്നത്. ശ്രുതിയെ കാണുന്നതും ശ്രുതി എന്ന് പറഞ്ഞ് ഓടിപ്പോവാൻ പോവാണ്. അപ്പോഴേക്കും പെട്ടെന്ന് ചന്ദ്രയുടെ ഓർമ്മ വരും. അവിടെ സ്റ്റോപ്പായിട്ട് പയ്യെ തിരിഞ്ഞ് ചന്ദ്രയെ നോക്കുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ ദേഷ്യത്തിൽ ശ്രുതിയെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴേക്കും ശ്രുതിയെ കണ്ട് ഓടിപ്പോവാൻ പോയ ശ്രുതി അവിടെ തന്നെ നിൽക്കുവാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ പറയും, മോൾ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്, അകത്തോട്ട് വാ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രുതി അകത്തോട്ട് വരുമ്പോഴേക്കും രവീന്ദ്രൻ ഉപദേശിക്കുന്നുണ്ട്, മോളെ ദേഷ്യം എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇങ്ങനെ വീട് വിട്ട് പോകുന്നതൊന്നും ശരിയല്ല എന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ വീട് വിട്ടൊന്നും പോയതല്ല അങ്കിൾ, എനിക്ക് ഒരു ക്ലയൻറ്റിനെ കാണാനുണ്ടായിരുന്നു, അതിൻ്റെ ആയിട്ട് ഞാൻ പോയതാന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ പറയും, എന്താണെങ്കിലും ശരി, ഇനി ഇങ്ങനെ കള്ളത്തരങ്ങളൊന്നും കാണിക്കാൻ നിൽക്കരുത്, ശ്രുതിനോടും കൂടിയിട്ടാ ഇനിയെങ്കിലും ജീവിതത്തിൽ സത്യസന്ധമായിട്ട് ജീവിക്കാൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ഉപദേശിക്കുന്നുണ്ട് രണ്ടുപേരെയും. ചന്ദ്ര അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പോകുമ്പോഴേക്കും ശ്രുതി ഓടിപ്പോയി ചന്ദ്രയുടെ കാലിൽ വീണ് കരയുവാണ്. ആൻറ്റി എന്നോട് ക്ഷമിക്കണം ആൻറ്റി, ഞാൻ ഇനി ഇതുപോലെയൊന്നും ചെയ്യില്ല, ആൻറ്റിയോട് പറയാതെ ഞാനൊരു കാര്യം പോലും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ച് കരയുന്നുണ്ട്. അപ്പോൾ ശ്രുതിയും കൂട്ടത്തിൽ പോയി ചന്ദ്രയുടെ കാല് പിടിക്കുന്നുണ്ട്. അമ്മേ എന്നോട് ക്ഷമിക്കണം അമ്മേ, ഞാനും ഇനി അമ്മയിൽ നിന്നും ഒന്നും മറച്ചു വെക്കില്ല എന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും രണ്ടുപേരും കാല് പിടിച്ച് കരയുമ്പോഴേക്കും ചന്ദ്രയുടെ മനസ്സ് ഇത്തിരി അലിയുന്നുണ്ട്. രണ്ടുപേരും എഴുന്നേക്ക്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീട്ടിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്, ഇനി ഞാൻ അറിയാതെ ഒരു കാര്യം പോലും നിങ്ങൾ ചെയ്തു പോകരുത്, എന്നോടും കൂടി തീരുമാനിച്ചിട്ട് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യാനെന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴേക്കും ശ്രുതിയും അത് ശരി അതിന് തലയാട്ടുന്നൊക്കെയുണ്ട്. അങ്ങനെ ചന്ദ്രയും ശ്രുതിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ തീരുവാണ്. അപ്പോഴേക്കും നമ്മുടെ സച്ചി അടുത്ത ഡയലോഗ് അടിക്കുവാണേ, അച്ഛാ ജഡ്ജി അമ്മയുടെ ശിക്ഷയൊക്കെ കൊള്ളാം, പക്ഷേ വിധി കൽപ്പിച്ചതിൽ ഒരു കുറവുണ്ടെന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്, എന്ത് കുറവ്, അമ്മ ഞങ്ങളോട് ക്ഷമിച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ക്ഷമ, കാലിവീട് മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവർ നന്നായൊന്നും കരുതണ്ട അച്ഛാ, ഇനിയും ഇവർ ഇതുപോലെയുള്ള തെറ്റുകളൊക്കെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയും, വിടടാ, ഒരു പ്രശ്നം ഇപ്പം തീർന്നല്ലേ ഉള്ളൂ, ഇനി ഇതിൽ കൂടുതൽ സംസാരമൊന്നും വേണ്ട, എല്ലാവരും പൊയ്ക്കെന്ന് പറഞ്ഞ് രവീന്ദ്രൻ എഴുന്നേറ്റ് പോകുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ അങ്ങനെ പോവല്ലേ, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇവൻ എന്താ പറയാൻ പോകുന്നതെന്നൊക്കെ എനിക്കറിയാം, നിങ്ങളുടെ കാശിനല്ലേ ഇവർ ഷോറൂം തുടങ്ങിയത്, അപ്പോൾ അതിൽ ഇവൻ അവകാശപ്പെട്ട പൈസയുണ്ട്, അതെപ്പോൾ തിരിച്ചു തരും എന്ന് ചോദിക്കാനാണ് ഇവൻ പോകുന്നതെന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഹേയ് എനിക്കിനി ആ കാശൊന്നും വേണ്ട, അതിൽ നിന്നൊരു പൈസ പോലും എനിക്ക് വേണ്ട, എൻ്റെ ഭാര്യയായ രേവതിയും അതൊട്ടും ആഗ്രഹിക്കുന്നില്ല. എടാ ശ്രീകാന്തെ, നിനക്കത് വേണോ, ആ കാശ് വേണോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട സച്ചി ഏട്ടാ. അപ്പോൾ സച്ചി പറയും, നിന്റെ ഭാര്യനോടും കൂടി ഒന്ന് ചോദിക്ക്, രണ്ടുപേരും കൂടി ഒന്നിച്ച് വേണം ഒരു തീരുമാനം പറയാനെന്ന് പറയുമ്പോഴേക്കും വർഷയും പറയുന്നുണ്ട്, ഞങ്ങൾക്കിനി ആ കാശൊന്നും വേണ്ട എന്ന് പറയുവാണ്. കേട്ടല്ലോ, ഞങ്ങൾക്ക് ആർക്കും ആ കാശ് വേണ്ട, പക്ഷെ ജഡ്ജി അമ്മയുടെ വിധി ശരിയല്ല, അതുകൊണ്ട് തന്നെ ഞാനൊരു വിധി കൽപ്പിക്കാൻ പോവാണെന്ന് സച്ചി പറയുവാണ്. അപ്പോൾ എല്ലാവരും സച്ചിയെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുവാണേ. സച്ചി എന്നിട്ട് ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, എടാ നീ ഷോറൂം തുടങ്ങിയിരിക്കുന്നത് മലേഷ്യയിലെ കാശിനല്ല, നമ്മുടെ അച്ഛൻ്റെ കാശിന്, അതായത് നമ്മുടെ അച്ഛൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ കാശിന്, അതുകൊണ്ട് തന്നെ ആ ഷോറൂമിൻ്റെ ഓണറെ ഞാൻ അങ്ങോട്ട് മാറ്റാൻ പോവാന്ന് പറയുവാണ് സച്ചി. അപ്പോഴേക്കും ശ്രുതിയും ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. എന്നിട്ട് ശ്രുതി പറയും, എന്നെ മാറ്റിയിട്ട് നിനക്ക് അവിടുത്തെ കസേരയിൽ കയറി ഇരിക്കാനായിരിക്കും അല്ലേ, നിനക്ക് ആ ഷോറൂമിൻ്റെ മുതലാളിയാവണമായിരിക്കും, അത് നിൻ്റെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ സച്ചി എന്നൊക്കെ ശ്രുതി ദേഷ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, എനിക്ക് മുതലാളിയൊന്നും ആവണ്ട നിൻ്റെ ഷോറൂമിൻ്റെ, ഞാൻ ഓൾറെഡി മുതലാളിയാണ്, അതും 2 കാറിൻ്റെ, എനിക്കത് മതി എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അച്ഛൻ്റെ കാശിനല്ലേ നീ ഷോറൂം തുടങ്ങിയത്, അതുകൊണ്ട് തന്നെ അച്ഛനാണ് ഇനി ആ ഷോറൂമിൻ്റെ മുതലാളി എന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ വാവിളിച്ച് നിൽക്കുവാണേ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ മുതലാളിയായ ഞാൻ ആരാടാന്ന് ചോദിക്കുവാണ്. അപ്പോൾ സച്ചി പറയും, നീ ഇനി മുതൽ അവിടുത്തെ ഒരു ജോലിക്കാരൻ, വേണമെങ്കിൽ മാനേജർ പോസ്റ്റ് നിനക്ക് തരാമെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്.
അവിടുത്തെ കണക്കും കാര്യങ്ങളൊക്കെ നീ നോക്കിക്കോന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും എല്ലാവരും സച്ചിയുടെ വിധി കേട്ട് വാവിളിച്ച് നിൽക്കുവാണേ. തുടർന്നും സച്ചി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുക്കുന്നത് പോലെയാണ് ഇത്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ഡെയിലി അച്ഛനെ കണക്കുകൾ ബോധിപ്പിക്കണം. 2 ദിവസം കൂടുമ്പോൾ അച്ഛൻ കണക്കുകളൊക്കെ വന്ന് ചെക്ക് ചെയ്യും, കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സച്ചി ശ്രുതിയോട് ദേഷ്യത്തിൽ പറയുന്നുണ്ട്. ശ്രുതിക്കും ഇത് ഭയങ്കര ഷോക്കാവാണ്. കാരണം ശ്രുതിക്കും എതിർത്തൊരു വാക്ക് പോലും സച്ചിയോട് പറയാൻ സാധിക്കുന്നില്ല. കാരണം അച്ഛൻ്റെ കാശിനാണല്ലോ ഇവരിപ്പോൾ ഷോറൂം തുടങ്ങിയിരിക്കുന്നത്. നാളെ മുതൽ നമ്മുടെ അച്ഛനാണ് ആ കടയുടെ മുതലാളി, ഇതാണ് എൻ്റെ തീരുമാനം എന്ന് സച്ചി പറയുമ്പോഴേക്കും എല്ലാവരും കൈയടിക്കുവാണേ. സച്ചി ചോദിക്കുന്നുണ്ട്, എല്ലാവർക്കും എൻ്റെ തീരുമാനം ഓക്കെ അല്ലേ? അപ്പോൾ വർഷയും ശ്രീകാന്തും രേവതിയും എല്ലാവരും കൈയടിക്കുന്നുണ്ട്. ചന്ദ്രയും ശ്രുതിയും ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്തിനാടാ സച്ചി ഇതൊക്കെയെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇതാണ് എൻ്റെ തീരുമാനം, ഇനി ഇതിലൊരു മാറ്റവുമില്ല. എൻ്റെ തീരുമാനത്തിനാണ് വോട്ട് അധികം. കണ്ടില്ലേ, അമ്മ വരെ മിണ്ടാതിരിക്കുന്നു. അപ്പോൾ അച്ഛൻ തന്നെ നാളെ തൊട്ട് ആ ഷോറൂമിൻ്റെ മുതലാളി എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിയും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.